ഗൈസ് എല്ലാവർക്കും ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ച് ഉടനെ ഇടുന്നതായിരിക്കും. ഗൈസ് എന്തിനാണ് വ്ളോഗ്? അല്ല എന്തിനാ വ്ളോഗ്? നമ്മുടെ ടിവിയുടെ ഈ വട്ടത്തെ സെലിബ്രേഷൻ IRL മനസ്സിലായ? അതായത് ഞാൻ കൊണ്ടുപോയ ലൈവ് ഇടത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം AKFനെ ഏൽപ്പിച്ചു. അവരാണ് നമ്മുടെ പരിപാടി ഹോസ്റ്റ് ചെയ്ത് തരുന്നത്. അവർ ലൈവ് ഇട്ടോളും, അവരെല്ലാം ചെയ്തോളും. ഞാൻ വെറുതെ മൈക്കും കൊണ്ട് നടന്നാൽ മതി എന്നാണ് അവർ എന്നോട് പറഞ്ഞേക്കുന്നത്. മനസ്സിലായി? അടുത്ത സ്കാം. ഇത് സ്കാം അല്ല, ഇത് 100% നടക്കുന്ന കാര്യമാണ്. മനസ്സിലായ? എറണാകുളത്ത് വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ നമ്മുടെ TVയിലെ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ IRL അവർ ലൈവ് ഇട്ടോളും. ആൻഡ് ഒരു ഓണസദ്യ, അതുപോലെ തന്നെ വടംവലി, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, അത് ഇത് പുതിയ മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 2 മണിക്കൂർ മാക്സിമം, 2-3 മണിക്കൂർ മാക്സിമം. അപ്പോൾ നമുക്ക് എനിക്കിതായിട്ടിത് നടത്തിയാൽ ഞാൻ ഇത് കഴിഞ്ഞ ഇടത്തെ വ്ളോഗ് പോലെ ആവുമെന്നുള്ളൊരു കാര്യം എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ബ്രോ ഞാൻ പറയട്ടെ, എടാ ഓണത്തിന് ഞങ്ങളൊരു വെന്യൂ നോക്കാൻ വേണ്ടിയിട്ട് ലിറ്ററലി നമ്മളൊരു 50-60 പേരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. ഓണത്തിന് ഒരു വെന്യൂ ഒരു ദിവസത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മിനിമം റെന്റ് പറയണത് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെയാണ് ഒരു ദിവസത്തെ റെന്റ്. മനസ്സിലായോ? അത്യാവശ്യം നല്ല ഇവന്റ്സും നല്ല വെന്യൂസും മൊത്തം ബുക്ക്ഡപ്പ് ആയിപ്പോയി. പിന്നെ നമ്മൾ ഒരു അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ചെറിയ വെന്യൂ എടുത്താണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കോച്ച് വരും, വില്ലംബ്രോ വരും, അവരെല്ലാവരും വരും. സോ ഞാൻ നമുക്കൊരു കൗണ്ടിൻ്റെ കാര്യത്തിൽ, അതായത് കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം നമുക്ക് TVയിൽ ഉണ്ടായിരുന്ന, അതായത് ഇപ്പോൾ ഇറങ്ങിയ മെമ്പേഴ്സ് എല്ലാവരും ഇല്ലേ, അവരെയും കൂടെ വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ അവരെയും കൂടെ ഞാൻ വിളിക്കും. അത് വിളിക്കുന്ന കാര്യത്തിൽ കൺഫേം ആയില്ല. മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റുണ്ട്, ആൾക്കാർക്ക് ലിമിറ്റുണ്ട്. അപ്പോൾ ആ ലിമിറ്റ് ഇതാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വെന്യൂ ഞാൻ എങ്ങനെയാണോ പറയണത്, വെന്യൂ പറഞ്ഞാൽ ശോകമാണ്. കാരണം വളരെ നമ്മൾ ക്ലോസ് ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നടത്തുന്ന പരിപാടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് വെന്യൂ പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളെ വിളിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നിങ്ങൾക്കൊക്കെ ഫുഡൊക്കെ തരാതെ വിടുന്നത് എനിക്കൊരു ഇതാണ്. അതുകൊണ്ട് 10,000 പേര് വന്ന് എന്ത് ചെയ്യും? ഇവിടെ ലൈവിൽ 10,700 പേര് എല്ലാവർക്കും കൂടെ ഞാൻ ഞാൻ കുടുംബം വെക്കേണ്ടി വരും, വണ്ടി കൂടെ കൊടുത്തിട്ട് വരേണ്ടി വരും. മനസ്സിലായ? വണ്ടി കൊടുത്താൽ പോലും ബില്ല് കൊടുക്കാൻ പറ്റൂല. എല്ലാവരും കൂടെ കയറി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷേ ഞാൻ ഒരു ഫാൻ മീറ്റപ്പ് വെക്കാൻ പോകുന്നത്. ഞാൻ AKFിൻ്റെ അടുത്ത് ഓൾറെഡി അവരിത് കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഇവന്റ് നന്നായിട്ട് നടക്കുവാണെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് നല്ലൊരു ഫാൻ മീറ്റപ്പ് അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യും. അത് നമുക്ക് എന്തായാലും സെറ്റാക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാനും പങ്കെടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഇതൊരു സാധനം ഇതാക്കാം. എടാ ഇത് സ്കാം അല്ലടാ, ഇത് സത്യമാണടാ. ഇനി 31-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ഈഗിൾ ഗെയിമിംഗ് ഈസ് ലൈവ് ഓണം IRL ബൈ TVA. അത് നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നീയൊക്കെ എന്നെ വിശ്വസിച്ചാൽ മതി, അല്ലാതെ എന്നെ വിശ്വസിക്കേണ്ട. IRL ഫുൾ ഫോം എന്താണ്? ഇൻ റിയൽ ലൈഫ്. ഞാൻ തൊപ്പിയെ വിളിച്ചിട്ടാണ് ആദ്യം IRL ഇടുന്ന പ്ലാൻ ചെയ്തത്. അപ്പോൾ IRL ഇടാൻ പ്ലാൻ ചെയ്തപ്പം ആ IRL ഇടുന്ന മെഷീൻ, ആ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു കമ്പ്യൂട്ടർ, ചെറിയൊരു iPad പോലത്തെ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന്റെ വില ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ 2.5 ലക്ഷം രൂപ. ആണ്ടിലൊരിക്കൽ IRL ചെയ്യണം, നമുക്ക് എന്തിനാണത്? അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതാണ് നല്ലത്. എന്തൊരു വില എന്നറിയണം ആ സാമാനത്തിന്, എൻ്റെ പൊന്നോ. എന്താ ഇൻസ്റ്റയിൽ സ്റ്റോറി വരും, നോ ലൈവ് ടുഡേന്ന്. വേണ്ട, സാധനം വെട്ടുന്ന ബെറ്റ് വേണ്ട. എടാ വരും, വന്നിരിക്കും, ഉറപ്പായിട്ട് വന്നിരിക്കും. പിന്നെ അല്ലാതെ ഇതിലെ കാര്യത്തിൽ കള്ളത്തരം പറയുമോ? എടാ ഞാൻ ഇന്നേ വരെ ഓഡിയൻസിൻ്റെ അടുത്ത് ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. മനസ്സിലായേ? ഒരു കള്ളത്തരം പറയാതെ ജീവിക്കണം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതുവരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോവ വ്ളോഗ് എങ്ങനെ ചെയ്യാൻ പറ്റും? തിരിച്ചു വരുന്ന വഴിക്കല്ലേ ഫോൺ അടിച്ചുകൊണ്ട് പോയത് ഒരുത്തൻ, അതിനകത്തായിരുന്നില്ലേ വ്ളോഗ് മൊത്തം? കയ്യിൽ നിന്ന് പിടിച്ചു കുറച്ചുകൊണ്ട് പോയി കള്ളന്മാര്. മനുഷ്യനും സത്യസന്ധമായിട്ടുള്ള ആൾക്കാർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെയാണ്, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. സത്യസന്ധന്മാർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, കള്ളന്മാർക്കൊക്കെ ആയിരിക്കും എല്ലാം ജീവിക്കാൻ പറ്റണേ. പിന്നെ കണ്ണാപ്പിയൊക്കെ കണ്ടില്ലേ, കള്ളൻ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. നമുക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഡിസ്കോ ട്രോൾസ് കൂടെ നോക്കിയിട്ട് പോവാം. ഇന്ന് ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് പോവാം. അച്ചാറുകളല്ലേ ഇത് ചെയ്യുന്നത്?
അച്ചാർ ഞാൻ കട്ടറ, അത് ഞാൻ സമ്മതിക്കും. ഇഞ്ചോതി കീഴിലെ ടേസ്റ്റ് ഉള്ള ഒരു അച്ചാർ എങ്ങനെ കക്കാതിരിക്കും? ഒരു വട്ടം ചോദിച്ച്, 2 വട്ടം ചോദിച്ചു, 3 വട്ടം ചോദിച്ചപ്പോഴത്തേനും ചേച്ചിയുടെ മുഖമൊക്കെ മാറി. അപ്പോൾ പിന്നെ ചോദിക്കാതെടുക്കാന്ന് വിചാരിച്ച്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ പോവില്ലേ? അതുകൊണ്ട് കട്ട്. പിന്നെ എല്ലാവർക്കും ഫോറസ്റ്റ് കാട്ടുകള്ളൻ നോക്കടാ. അതിന്റെ പ്രൊമോഷൻ ഇറങ്ങി. ഞാൻ കണ്ട് അതിന്റെ പ്രൊമോഷൻ ഒക്കെ ഇറങ്ങി ഗൈസ്. നമ്മൾ അച്ചാർ കട്ടെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഒരു കള്ളനെ വെച്ച് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, മനസ്സിലായ? നമ്മൾ അച്ചാർ കട്ടെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞതും അവരത് കട്ട് ചെയ്ത് ക്രെഡിറ്റ് ആയിട്ടിട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോ അച്ചാർ ഉണ്ടാക്കിയ മറ്റേ ഫുഡ് ആൾക്കാർ നമ്മുടെ ലൈവ് ചെയ്ത് POV ഒക്കെ കട്ട് ചെയ്ത് അവരിവിടെ കാണുന്നുണ്ട്. അതിന്റെ PR ടീമോ മാർക്കറ്റിംഗ് ടീമുള്ള ആരും ഒരുത്തരും ഇവിടെ കാണുന്നുണ്ട്. അച്ചാറുകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെൻഷൻ വന്നില്ലേ 50 എണ്ണം. വാൾപേപ്പർ കേട്ടില്ലേ? അല്ലേ നല്ല വാൾപേപ്പർ അല്ലേ? മറ്റേ ഞാൻ TV-യുടെ മറ്റേ പഴയ ഒരു വാൾപേപ്പർ അല്ലായിരുന്നു കേസ്, മറ്റേ മൂവിങ് വാൾപേപ്പർ. ആ മൂവിങ് വാൾപേപ്പർ ആണ്. ഇതൊരു രസമില്ല, ഭയങ്കര ലോഡ് വലിക്കണം, മനസ്സിലായ? അതായത് പെർഫോമൻസിനെയൊക്കെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതാ പ്രശ്നം. ഞാൻ വെറുതെ ഇനി നിങ്ങൾക്ക് കൂടെ തന്നിട്ട് നിങ്ങളുടെ PC ലോഡാവാതായി ഇനി ഗെയിം സ്റ്റക്കാവുമ്പോൾ എന്നെ വിളിക്കും, എന്നെ തള്ളക്ക് വിളിക്കും. എനിക്കതൊന്നും കേൾക്കാനുള്ള യാതൊരു താല്പര്യമേ ഇല്ല, മനസ്സിലായോ? യു ആർ ഇൻ ക്യൂ 35/1. We qualified for AKF Kerala Sports Series Underdogs, but when the fun held us back, asking anything in return. Oh bro, thank you so much, means a lot. All the very best, all the very best. അത് പോയിട്ട് വാ. ഗൈസ്, നമ്മുടെ AKF-ലെ കുറേ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടീംസ് ആദ്യത്തെ അവരുടെ ലാൻഡ് ഇവന്റ് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമ്മൾ അതിനകത്തുനിന്ന് 2-3 ടീംസിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബൈ എൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഞാൻ ചെയ്തൊരു കാര്യമാണ്. അത് ഞാൻ അങ്ങനെ ചെയ്തതിന് വേണ്ടി എടുത്ത് പറയുമല്ല. സോ അതൊരു ഇവന്റ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അണ്ടർഡോഗ്സ് ആയിട്ടുള്ള ടീമുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ടീംസിനൊന്നും പേര് ഓർക്കണതേ ഇല്ല കേട്ടോ. 2-3 പേർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം സോ അവരെല്ലാം 3-ാം തീയതിയാണ് AKF. അത് പറഞ്ഞല്ലോ കേസ്, 3-ാം തീയതി AKF-ന്റെ പരിപാടിയുണ്ട്. സോ അത് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഒക്കെ എല്ലാവർക്കും വരാൻ പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അജിൽ അമൽ പോടാമയിലാണ്. അയ്യോ ഇങ്ങനെ തെറിയൊന്നും പറയല്ലേ. എൻ്റെ മോൻ അപ്പുറത്തിരുന്ന് ലൈവ് കാണുന്നുണ്ട്, പുണ്ടച്ചി മോനെ. അത് തെറിയൊന്നും വിളിക്കരുത് നീ. ഞാൻ അത് റിപ്ലൈ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അതിനോട് റിപ്ലൈ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി തെറി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോറ് തരുമല്ലോന്ന് അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അമ്മ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഇതുവഴി വന്ന് പോയി സാധനം എടുക്കാൻ പോയപ്പോൾ ഞാനിവിടെ ഹെഡ്സെറ്റ് വെച്ച് T47 തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, മനസ്സിലായ? പുള്ളിക്കാരി തന്നെ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനി ഇത് കണ്ടുപിടിച്ച ചോറില്ല. AKF ആണേൽ ആഡ്സ് ഉണ്ടാവും. ഉണ്ടാവുമെന്നോ? നമ്മുടെ കിക്കിൽ ലൈവിൽ പരസ്യമൊന്നും ഇല്ല. AKF ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അവർ ഹോസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, മനസ്സിലായോ? അവർ നമുക്ക് ഹോസ്റ്റ് ചെയ്ത് തരുന്നതേ ഉള്ളൂ, പരസ്യമൊന്നും ഇല്ല. DC ട്രോൾസ് ഞാൻ കുറച്ചേരം സിറ്റി കയറിയിട്ട് DC ട്രോൾസ് നോക്കാം കേസ്. ഇന്ന് കുറച്ചേരം DC T47 കെവിനെ ഗ്യാങ് വർക്കുകളുടെ ഗൈസ് ഗ്യാങ് വർക്കുകളുടെ ഒരു കാര്യം ഇവിടെ പറയാം. നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നതല്ല. നമ്മുടെ ഗ്യാങ് വർക്കുകൾ കംപ്ലീറ്റ്ലി എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയി. നമ്മൾ ഹാൻഡ്ലിങ് ചെയ്തു, വീഡിയോ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവറിൽ ആക്ച്വലി ഇപ്പം നമ്മുടെ സെർവറിൽ നിന്ന് ഫയൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുക. അതായത് വീണ്ടും അല്ലടാ, ഇത് എക്സ്ലാൻഡസിന്റെ VC പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ KTM-ന്റെ ഗ്യാങ് ഹൗസ്, TV-യുടെ വണ്ടി, ഇതെല്ലാം ലീക്കായി. അപ്പോൾ ലീക്ക് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ സെർവറിനകത്ത് പുതിയ വണ്ടിയുടെ ഫയലൂടെ കയറ്റുന്നത് റിസ്ക് ആണ്. സോ അവരതിൻ്റെ അത് ഡംപ് ചെയ്താണ് അവർ ഇതെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിക്സ് ചെയ്തതിന് ശേഷം വണ്ടി കയറ്റിയാൽ മതിയെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കള്ളമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇത് വേണം ചോദിക്കാം. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സജഷൻ ചോദിക്കാം.